+1 ഫിസിക്സിലെ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, അതായത് അടിസ്ഥാന ബലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള, ഫോഴ്സസ് എന്ന് പറയുന്നത് ബലം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ബലം അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഇതുപോലെ നിലനിർത്താൻ കുറച്ച് ബലങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് ഈ പ്രപഞ്ചം ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ നിലനിന്ന് പോകുന്നതിന് വേണ്ട അടിസ്ഥാനമായ ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഈ യൂണിവേഴ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ബേസിക് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നാം ഈ കാണുന്ന ഈ ഒരു യൂണിവേഴ്സിന് നിലനിൽപ്പില്ല. അപ്പോൾ അത്രയ്ക്കും ബേസിക് ആയിട്ട് വേണ്ട ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 ഫോഴ്സസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത്തെ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം ഈ 4 ഫോഴ്സും വേണം നമ്മുടെ ഈ യൂണിവേഴ്സ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള 4 ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സിനെ പറ്റി നോക്കാം. ആദ്യത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സ് പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പേര് തന്നെയുണ്ട് സ്ട്രോങ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ, ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇനി ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, എല്ലാ മെറ്റീരിയൽസും, അതായത് എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് കൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ആറ്റംസിൻ്റെ സെൻറ്റർ, ഒരു ആറ്റത്തിൻ്റെ സെൻറ്റർ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിക്കും അല്ലേ. സെൻറ്റർ പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണുള്ളത്? പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസിനെയും ന്യൂക്ലിയസിനകത്ത് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ട ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുക, ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ട ഫോഴ്സ്, അതാണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം നമുക്ക് എഴുതാം, ബൈൻഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പം ഇതിന് വേണ്ട ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഈ ഫോഴ്സ് എവിടെ മാത്രമാണ് ഉള്ളത്? ഈ ന്യൂക്ലിയസിനകത്താണ് അതിൻ്റെ ഈ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആറ്റം എന്ന് പറയുന്നതിന് വളരെ ചെറുതാണല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴോ അതിൽ നിന്നും ചെറുതാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിധി അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് അനുഭവപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് വിളിക്കാം. ഷോർട്ട് റേഞ്ച്, അതായത് ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് എത്ര പരിധി എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം
10⁻⁻15 മീറ്റർ ആണ്. 10⁻⁻15 -15 എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയൊരു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയസിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സാണ്. അതുകൊണ്ടത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഇത് പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സാണ്. ഒരുമിപ്പിച്ച് നിർത്തുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സാണ്. അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും അല്ലേ. അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ ആകർഷിച്ച് നിൽക്കുക, അല്ലെങ്കിൽ റിപ്പൾസീവ് എന്ന് പറയുന്നത് വികർഷിച്ച് നിൽക്കുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ ബൈൻഡ് ചെയ്ത് ഒരുമിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അട്രാക്റ്റീവ് നേച്ചറാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് എവിടെയാണ്? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ഇത് ഷോർട്ട് റേഞ്ച് ആണ്. കാരണം ഇതിൻ്റെ പരിധി ഏത് ഏരിയയിൽ മാത്രമേ ഉള്ളൂ? ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ട് ഇത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഇതെങ്ങനെയുള്ള ഫോഴ്സാണ്? അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോഴ്സ് നോക്കാം. രണ്ടാമത്തെ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് വൈദ്യുത കാന്തിക ബലം. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജും അടുത്തിരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? വികർഷിക്കും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും അല്ലേ. റിപ്പൽ ചെയ്യും. ഇനി ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണ് ഇരിക്കുന്നതെങ്കിലോ അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഒരേപോലത്തുള്ള ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, വ്യത്യസ്തമായ ചാർജ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചാർജുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിപ്പൾസീവ് നേച്ചറും ആവാം, അല്ലെങ്കിൽ അട്രാക്റ്റീവ് നേച്ചറും ആവാം അല്ലേ. ഒന്നുകിൽ വികർഷിക്കാം, അല്ലെങ്കിൽ ആകർഷിക്കാം. അപ്പോൾ ഇതിന് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ അത് അട്രാക്റ്റീവ് നേച്ചറാണെന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ഏതൊക്കെ വരാം? റിപ്പൾഷനും വരാം, അട്രാക്ഷനും വരാം. ഇനി നമുക്ക് ഒരു ചാർജ് റെസ്റ്റിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ചാർജിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, ചാർജ് മോഷനിലല്ല. അപ്പോൾ ഒരു ചാർജ് റെസ്റ്റിലാണ്, അതായത് നിശ്ചലാവസ്ഥയിലാണ്. ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു ചാർജ് റെസ്റ്റിലിരുന്നാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വൈദ്യുത മണ്ഡലം. ഇനി ഈ ചാർജ് ചലിക്കുന്നു, അല്ലെങ്കിൽ ഈ ചാർജ് മൂവ് ചെയ്യുന്നു. ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡും വരും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കാന്തിക മണ്ഡലം. അപ്പോൾ ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് വരുന്നത്. എന്നാൽ ഈ ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനോടൊപ്പം ഏത് ഫീൽഡും കൂടെ വരും? ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാർജ് മൂവിങ് ആണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാർജുകൾക്കിടയിൽ വരുന്ന ഒരു ഫോഴ്സ് ആണല്ലേ, ഒരു മൂവിങ് ചാർജിൽ വരുന്ന ഒരു ഫോഴ്സാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ട്രോങ്ങസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഒരു രണ്ടാം സ്ഥാനത്തൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വരും. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏത് തന്നെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു രണ്ടാം സ്ഥാനത്ത് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെന്ന് പറയാം. ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്? റിപ്പൾസീവും ആവാം, അതുപോലെ അട്രാക്റ്റീവും ആവാം. കാരണം അറിയാലോ, ഒരേ ചാർജ് വരികയാണെങ്കിൽ റിപ്പൾസീവ് നേച്ചർ ആയിരിക്കും, വ്യത്യസ്തമായ ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ് നേച്ചർ ആവും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് നേച്ചർ ആവാം, അല്ലെങ്കിൽ അട്രാക്റ്റീവ് നേച്ചർ ആവാം. ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാകുന്നുണ്ട്. അതിനെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് മൂന്നാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതെന്ന് നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ പക്ഷെ പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ഇതാണെന്ന്. പക്ഷെ അല്ല, ഇത് കഴിഞ്ഞ് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും വീക്കസ്റ്റ്. എന്നാൽ നമുക്ക് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചെറുതാണെന്ന് പറയാം. എന്നാൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതെവിടെയാണ് കാണപ്പെടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ചില അൺസ്റ്റേബിൾ ന്യൂക്ലിയസ്, അതായത് അസ്ഥിരമായ ചില ന്യൂക്ലിയസ് മുറിഞ്ഞ് 2 ന്യൂക്ലിയസ് ആവും അല്ലേ. അതിനെ നമ്മൾ പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? റേഡിയോ ആക്റ്റീവ് ഡീകേ. റേഡിയോ ആക്റ്റീവ് ഡീകേ ശോഷണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് സ്ഥിരതയില്ലാത്ത ന്യൂക്ലിയസ് എന്താവും? മുറിഞ്ഞ് 2 ന്യൂക്ലിയസ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട, ഇങ്ങനെ ഉള്ള റേഡിയോ ആക്റ്റീവ് ഡീകേക്ക് വേണ്ട ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഡീകേ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശോഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വേണ്ട ഫോഴ്സാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേയിലും ബീറ്റ ഡീകേക്കൊക്കെ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതരുത്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ, ബീറ്റ ഡീകേ എന്നിവയ്ക്കൊക്കെ വേണ്ട ഫോഴ്സാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്താണ്? അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ഒബ്ജക്റ്റുകളും എന്ത് ചെയ്യും? പരസ്പരം എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഇക്വേഷനൊക്കെ, ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. G × M1 M2 ഇതിവ തമ്മിലുള്ള അകലം r ആണെങ്കിൽ /r². ഇത് നിങ്ങൾ 9ലോ 10ലോ പഠിച്ചു കാണും. അതായത് ഏത് ഒബ്ജക്റ്റ് തമ്മിലും എന്തുണ്ട്? ഒരു ആകർഷണ ബലമുണ്ട്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഫോഴ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്റ്റ്, 2 വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ്, 2 വസ്തുക്കൾ തമ്മിലുള്ള ബലം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ നമുക്ക് അറിയാം ഇത് 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അട്രാക്റ്റീവ് നേച്ചറാണ്. ഇനി ഇതിൻ്റെ റേഞ്ച്, ഇതിൻ്റെ പരിധി, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പഠിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്, അട്രാക്റ്റീവ് നേച്ചറാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്റ്റ് ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് അതേന്ന് ചോദിച്ചാൽ ഏത് പറയും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതിയെന്നുള്ളൂ. പഠിച്ച കാര്യങ്ങളാണ് ഫോഴ്സ്, റേഞ്ച്, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്നുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് എഴുതുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് താരതമ്യം ചെയ്ത് എങ്ങനെയാണ് സ്ട്രെങ്ത് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10⁻² ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10⁻−13. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്
ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10⁻⁻38. അപ്പോൾ തന്നെ മനസ്സിലാവും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നും അതിൻ്റെ 1/10⁻38 എന്ന് പറയുന്നത് 1/10⁻38. അതിൻ്റെ 1/10⁻38 മാത്രമേ ഉള്ളൂ ഏത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 1/10⁻13 ടൈംസ് മാത്രമേ ഉള്ളൂ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 1/10² ടൈംസ് മാത്രമേ ഉള്ളൂ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനെ ഓരോ ഫോഴ്സിനെയും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂവും കൂടെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വെരി ഷോർട്ട് റേഞ്ച് ആണ്, കാരണം അത് ന്യൂക്ലിയസിനകത്താണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വെരി ഷോർട്ടാണ്, അതെന്താണ്, വിത്തിൻ ന്യൂക്ലിയസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണെങ്കിലോ ഇൻഫൈനൈറ്റ് ആണ്. ഇതോടുകൂടി പാർട്ട് 2 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.